Hello guys, welcome back to my new vlog. This is Amrita from Manakadavu. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൈസൂരിലേക്കാണ് പോകുന്നത്. മൈസൂർ ദസറ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒറ്റക്കല്ല. ഹായ് അപ്പോ. മിന്നു ആൻഡ് ഫാമിലി. ആദർശ്, അശ്വിനി, അല്ലിമോളും ഉണ്ട്. വയനാട് മുത്തങ്ങ വഴിയാണ് മൈസൂരിലേക്ക് പോകുന്നത്. കുറച്ച് ലോങ് ആണ്, കാറിൽ ഇരുന്ന് കുറച്ച് ലോങ് പോകാനുണ്ട്. പിന്നെ ഞങ്ങളെ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണിത്. ഒരു പെർ കപ്പിള് 5000 രൂപ വെച്ചിട്ട് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പം റൂം, പെട്രോള്, ഫുഡ്. രാവിലെ 8 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് മൈസൂർ 2 മണിക്ക് ഞങ്ങൾ എത്തി. റൂം ചെക്കിൻ ചെയ്തു. റൂം ഞങ്ങൾക്ക് കുറച്ച് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓൺലൈൻ ത്രൂ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കൺഫർമേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല റൂമാണ് ഞങ്ങൾക്ക് 2 കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 2 കൂടി ഒരു റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2500 ഈ റൂമിൻ്റെ റെൻറ്റ് വരുന്നത്. അല്ലിക്ക് ഫുഡ് ഉണ്ടാക്കലായിരുന്നു ഞങ്ങളെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പം വീട്ടിൽ നിന്ന് ഞാൻ ഇൻഡക്ഷൻ കുക്കറും പാത്രങ്ങളും ഒക്കെ എടുത്തിട്ടാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അല്ലിക്ക് ഫുഡൊക്കെ ആക്കി ഞങ്ങൾ അവിടുത്തെ ഫുഡും കഴിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയത് സൂ കാണാനാണ്. അവിടുത്തെ സൂ 5 മണിക്ക് ക്ലോസ് ആവും. അപ്പോൾ ഞങ്ങൾ സൂവിലേക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് സൂവിലെ എൻട്രി ഫീസ് പറയുന്നത് അഡൽട്ടിന് 120. ഞങ്ങൾ ചെന്ന സമയം കുറച്ച് പീക്ക് ടൈം ആയിരുന്നു. അപ്പോൾ കുറേ സ്റ്റുഡൻസും കുറേ ആൾക്കാരുടെ വിസിറ്റിംഗ് ടൈം, നല്ല റഷ് ഉണ്ടായിരുന്നു. സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് നടക്കുന്നത്. എൻട്രി വേറെ വഴി കൂടിയും ഔട്ടാവുന്നത് വേറെ വഴി കൂടിയാണ്. അപ്പോൾ കാറ് വെച്ച സ്ഥലത്തേക്ക് ഒരുപാട് ചുറ്റിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഒന്നാമത് സീസണായ ടൈം ആയതുകൊണ്ട് പാർക്കിങ്ങും കാര്യങ്ങളൊന്നും വൃത്തിക്ക് അവൈലബിൾ അല്ല. ഭയങ്കര റഷാണ്. മൈസൂർ നല്ല റഷുള്ള ടൈമാണ് സത്യം പറഞ്ഞാൽ ഈ ദസറ. അടുത്ത് ഞങ്ങൾ ചാമുണ്ഡി ഹിൽസിലേക്കാണ് പോകുന്നത്. ചാമുണ്ഡി ഹിൽസിലുള്ള വഴി വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ എത്തി. നല്ല ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ട് അവിടെ. ചാമുണ്ഡി ഹിൽസിൽ വരുന്നത് എല്ലാവരും ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. മൈസൂർ മൊത്തം ഈ ചാമുണ്ഡി ഹിൽസിൽ കയറി നിന്ന് കാണാമെന്നാണ് പറയുക. ഇതാണ് ഈ ലൈറ്റിനെ കൊണ്ട് അലങ്കരിച്ചാണ് പാലസ്. മൈസൂർ മൊത്തം നല്ല ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം പോകുന്നത് മൈസൂർ പാലസിലേക്കാണ്. അവിടുത്തെ ലൈറ്റ് 9:30 ആകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്.
പാലസിൽ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഉഷാർ ബ്ലോക്കാണ്. ഞങ്ങൾ വണ്ടിയുടെ സ്ഥലത്ത് നിർത്തിയിട്ട് ഇപ്പം അവിടെ നടക്കുക. ഈ മാപ്പ് കാണിച്ച് രണ്ട് വഴി കാണിച്ചു തരും. ഞങ്ങളിടത്തും പോലീസുകാർ ബാരിക്കേഡടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ റൗണ്ട് അടിക്കും. അങ്ങനെ നടക്കാൻ തീരുമാനിച്ചു. മൈസൂർ രാജകൊട്ടാരം നിർമ്മിച്ചത് 14-ാം നൂറ്റാണ്ടിലാണ്. ഇത് പല പ്രാവശ്യം തീപിടുത്തത്തിൽ കത്തി നശിച്ചു പോയിട്ട് വീണ്ടും 1912 പുനർനിർമ്മിച്ചതാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നൊരു ബ്രിട്ടീഷ് വംശജനായ ഹെൻറി ഇർവിൻ എന്ന് പറഞ്ഞ ഒരു ആളാണ്. നവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ ഇങ്ങനെ ഒരുക്കുന്ന ഈ ലൈറ്റ്സ് കാണാൻ വേണ്ടി തന്നെയാണ് അധികം ആൾക്കാർ ഇവിടെ വരുന്നത്. നല്ല ഭംഗിയുണ്ട് നേരത്തെ കാണാൻ വേണ്ടി. നല്ല മനോഹരമായിട്ട് ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ആ കൊട്ടാരം. ഞങ്ങളങ്ങനെ തിരിച്ച് റൂമിലെത്തി. നാളെ രാവിലെ ഞങ്ങൾക്ക് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോകണം. 10 മണിയാകുമ്പോഴേക്ക് അവിടെ ഓപ്പൺ ആക്കും. കൊട്ടാരത്തിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 120 ആണ് അഡൽറ്റിന്. കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാണ് ഇതാണ് കൊട്ടാരം. ഇത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ചിത്രപ്പണികളും പെയിൻറ്റിങ്ങും നമ്മുടെ ഈ മരത്തിലെ വർക്കും നല്ല രസമുണ്ട് കാണാൻ. ഒരു ദിവസം ഈ കൊട്ടാരത്തിലൊക്കെ താമസിക്കാൻ പോയി തോന്നും. നല്ലൊരു ആംബിയൻസും എന്താ പറയുക, അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ ഈ കൊട്ടാരം. ഇതാ ഇവിടെയാണ് രാജസിംഹാസനം ഉള്ളത്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൺ അലൗഡല്ല. അത് കാണാൻ വേണ്ടി 50 രൂപ എൻട്രി ഫീസ്. ഞങ്ങൾ കയറി കണ്ടു. ഉണ്ട് 50 രൂപയ്ക്ക് കാണാനുണ്ട്. നല്ല രസമുണ്ട്. സിംഹാസനമൊക്കെ അല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയാനാ. അത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഞങ്ങളൊക്കെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഗുരു സിൽസിൽ നിന്ന് മൈസൂർ പാക്കുമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ടോട്ടൽ ചിലവ് പെർ കപ്പിളിൻ്റെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ മൈസൂരിനോട് വിട പറയുകയാണ്. അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും.